തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇന്നും വിമാനങ്ങൾ റദ്ദാക്കുകയാണ്. 5 ആഭ്യന്തര സർവീസുകളാണ് റദ്ദാക്കിയത്. ഇന്ദുലേഖ രേണു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇന്ദു, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം തന്നെ ഇന്ദു വിമാനത്താവളത്തിൽ നേരിട്ട് പോകെ അവിടുത്തെ യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾ എത്രത്തോളം ഉണ്ട് എന്ന് അറിഞ്ഞൊരു റിപ്പോർട്ടർ കൂടിയാണ്. ഇന്നും സമാനമായ പ്രശ്നങ്ങളാണ്. 5 സർവീസുകൾ ഇന്ന് റദ്ദാക്കിയല്ലേ, ഒരു പരിഹാരവുമില്ല. പൂജ, സമാനമായ സാഹചര്യമാണ് ഇന്നും എന്ന് തന്നെ പറയാം. ഇന്നലെ 9 വിമാനങ്ങൾ റദ്ദാക്കിയെങ്കിൽ ഇന്ന് 5 എണ്ണമാണ് റദ്ദാക്കിയിരിക്കുന്നത്. ഡൽഹി, ചെന്നൈ, ഹൈദരാബാദ്, ബാംഗ്ലൂർ, പിന്നെ ഹൈദരാബാദിലേക്കുള്ള മറ്റൊരു വിമാനം, അങ്ങനെ 5 എണ്ണമാണ് റദ്ദാക്കിയിരിക്കുന്നത്. മാത്രമല്ല, രാത്രി 1 മണിക്ക് പുറപ്പെടേണ്ടിയിരുന്ന ഷാർജ വിമാനം ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് പുറപ്പെട്ടത്. നമുക്കറിയാം, ഇന്നലെ നമ്മൾ അവിടെ ചെന്നിരുന്നു, സാഹചര്യം മനസ്സിലാക്കിയിരുന്നു. അപ്പം തന്നെ അവരെല്ലാവരും പറയുന്നുണ്ടായിരുന്നു, കാരണം പ്രായമായവരാണ് അധികവും യാത്ര ചെയ്യാനായിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ബുക്ക് ചെയ്തിരുന്ന ഒരുപാട് പേര് നമ്മൾ അവിടെ കണ്ടിരുന്നു. ഇവരൊക്കെ പറയുന്നത് ഇതിനൊരു പരിഹാരം, ഇപ്പം അർജുൻ പറഞ്ഞതുപോലെ തന്നെ പരിഹാരം ഉടൻ ഉണ്ടാകുമെന്ന് പറയുന്നു. പക്ഷേ നിലവിൽ യാത്രക്കാരെ സംബന്ധിച്ച് അവരുടെ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. അവരിപ്പോഴും പ്രതിസന്ധിയിലാണ്. എത്തേണ്ട ഇടത്തേക്ക് എത്തിച്ചേരാൻ പറ്റിയില്ല. രോഗാവസ്ഥയിലുള്ളവരുണ്ട്, ഇപ്പോഴും അതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ, ഇന്നലെ തന്നെ തിരിച്ചു പോകേണ്ടിയിരുന്നവർ ഇന്നും വിമാനത്താവളത്തിനടുത്തുമൊക്കെയായി തുടരുന്നവരുണ്ട്. അവർക്കൊരു ഭക്ഷണ സൗകര്യമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ താമസിക്കാനുള്ള സൗകര്യമോ ഒന്നും ഇതുവരെ അധികൃതർ ഭാഗത്തുനിന്ന് ഒരുക്കി കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ റീഫണ്ടിന്റെ കാര്യത്തിലും അവർ എല്ലാവരും ഇപ്പോഴും സംശയത്തിൽ നിൽക്കുകയാണ്. വലിയൊരു ബാധ്യതയായി മാറിയിരിക്കുകയാണ്. ഇനിയിപ്പം മറ്റൊരു പ്ലെയിൻ ബുക്ക് ചെയ്ത് അതിന് കയറി പോകാനുള്ള പണം, അതൊരു ബുദ്ധിമുട്ടിലേക്ക് അവരെ എത്തിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ റീഫണ്ട് കിട്ടാൻ 1-2 ദിവസത്തിലധികം വൈകുമെന്ന് പറയുന്നത് വീണ്ടും ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുകയാണ്. അങ്ങനെ അധികം പ്രതിസന്ധിയിലൂടെ തന്നെയാണ് പൂജ ഇപ്പോഴും ആളുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.